അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ ചങ്ങന്മാർക്കും സുഖല്ലേ? നമ്മുടെ അടുത്ത് കുറച്ചധികം നല്ല സ്റ്റോക്ക് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വിലന്റെ നല്ല അടിപൊളി വാഹനങ്ങൾ വന്നിട്ടുണ്ട്. 2006 12 മാസം വരുന്ന ഒരു അടിപൊളി ഇന്നോവ ഉണ്ട്. അതുപോലെ 2003 28 വരെ പേപ്പർ വരുന്ന നല്ല അടിപൊളി ആൾട്ടോ ഉണ്ട്. 2006 റേസറിലെ നല്ല അടിപൊളി ആൾട്ടോ വേറെ ഉണ്ട്. അതുപോലെ ഒരു 2007 7 സീറ്റ് വരുന്ന നല്ല അടിപൊളി തവാറുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ല പുലിക്കുട്ടി ടയോട്ടൻ്റെ നല്ല കിണ്ണം കാച്ചു വണ്ടി തന്നെ ആയിക്കോട്ടെ. നമുക്ക് 2006 12 മാസം വരുന്ന നല്ലൊരു അടിപൊളി ഒരു ഇന്നോവ നമ്മളെ കയ്യിൽ സെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2006 ആണ്, G4 ആണ്, ടൈപ്പ് 4ക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി കേട്ടോ. ഏകദേശം കിലോമീറ്റർ ഒരു 3 ലാക്ക് വണ്ടി ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഫുൾ ടയറാണ്. 16 ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്ത 4 പുതിയ ടയറുകളെ വണ്ടിയിലുള്ളത് കേട്ടോ. G4 ആണ്, ടൈപ്പ് 4ക്ക് കൺവേർട്ട് ചെയ്ത നല്ലൊരു അടിപൊളി ഇന്നോവ. KL65E ആണ് വണ്ടി കിടക്കുന്നത്. ഇത് 2009 കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റോ അപാകതകളൊന്നും പറയാൻ മാത്രമല്ല, കുഴപ്പമൊന്നുമില്ല. 2006 അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയില്ല ഒരു ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയാം. ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്, ചെറിയ ടച്ചപ്പൊക്കെ ചെയ്ത് കൊണ്ടുവച്ചതായിരുന്നു. പിന്നെ ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് ഇറക്കി വിട്ടാൽ നല്ല അടിപൊളി വണ്ടി കേട്ടോ. വേറെ അപാകതകളൊന്നും പറയാനില്ല. മെക്കാനിക്കലി ഫുള്ള് ഫിറ്റായ 2006 12 മാസം വരുന്ന ഒരു അടിപൊളി ഇന്നോവ കേട്ടോ. പേപ്പേഴ്സ് വർക്ക് വരുന്നത് 2026 12 മാസത്തിലാണ് ഇതിൻ്റെ പേപ്പർ വരുന്നത്. പിന്നെ പുതിയ ടാക്സ് ഉണ്ട്. പുതിയ ടാക്സ് നിലവിൽ അടിച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് നിലവിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 2,75,000 രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൾ ചെയ്യുക കേട്ടോ. രണ്ടാമതായി നമ്മുടെ കയ്യിലുള്ളത് ഒരു KL11S 25 നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. വേറെ അപാകതകളൊന്നും പറയാൻ മാത്രമല്ല, പഠിക്കാൻ പറ്റിയ വണ്ടി. 2003 വണ്ടിനെ അപേക്ഷിച്ച് 2003 മാരുതി 800 ഏകദേശം നല്ലൊരു MPFI വണ്ടിക്ക് നമ്മൾ ഏകദേശം എന്ത് ചെയ്യണം, ഒരു 50 റുപ്യൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കൊടുക്കണം. ഇത് LXI ആണ്, ആൾട്ടോയാണ്, AC പവർ സ്റ്റാറിങ് വരുന്ന വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ വലിയ അപാകതകളൊന്നും പറയാനില്ല, പഠിക്കാൻ പറ്റിയ വണ്ടി. തുരുമ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. LXI ആണ്. സീറ്റും കാര്യങ്ങളും ഇൻറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് ഓണർഷിപ്പിനും വല്ലാത്ത പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയലും എക്സ്റ്റീരിയൽ ആണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ അപാകതകളൊന്നും പറയാനില്ല, പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ. പിന്നെ ഒന്ന് മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയാൽ നല്ല ഫാമിലിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ, ഒന്ന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഫാമിലിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ 2003 28 വരെ പേപ്പറില്ല നല്ല അടിപൊളി വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 45 റുപ്യാണ്. അതിൽ പുതിയ ഇൻഷുറൻസ് അടിച്ച് ഈ വണ്ടി നമുക്ക് നിലവിൽ കൊടുക്കട്ടോ. വേറെ പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. 2006 റേസർ വരുന്ന ഒരു അൾട്ടോനാണ്. LXI AC പവർ സ്റ്റാറിങ്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. LXI എന്നാണ്. കുറച്ച് വൃത്തിയാക്കാൻ കാര്യങ്ങളുണ്ട്. ടച്ചപ്പ് കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുള്ള വണ്ടി. ഒന്ന് സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നമ്മൾ ഈ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ പാർട്ടിക്ക് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ. ഒരു ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഫുൾ തന്നെയാണ്, ഒന്നും മോശം പറയാനില്ല. LXI ആണ്, AC പവർ സ്റ്റാറിങ് കേട്ടോ. 27 വരെ പേപ്പറുണ്ട്. പിന്നെ ഇൻഷുറൻസ് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് നമ്മൾ അടച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് പിന്നെ വെറും 63,000 റുപ്യ മാത്രമാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഒന്നും കൊടുക്കിയിട്ടില്ല, കാരണം ടച്ചപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ കാര്യങ്ങൾ കൊടുക്കാൻ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. ഒരു ആവറേജ് വൃത്തി എന്ന് പറയാം, ഹൈ ക്വാളിറ്റി വണ്ടിയാണെന്ന് പറയുന്നില്ല. പെയിൻറ്റ് പരമായിട്ട് മഴക്കാലമാണല്ലോ, പെയിൻറ്റ് അടിച്ചിട്ട് വൃത്തിയായി കിട്ടുന്നില്ല. എങ്കിലും ചെറിയൊരു ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. നമ്മൾ ചോദിക്കുന്നത് 63,000 റുപ്യാണ്. അതിൽ നെഗോഷ്യബിൾ ചെയ്ത് നമുക്ക് എല്ലാ വണ്ടികൾക്കും നെഗോഷ്യബിൾ ഉണ്ട് കേട്ടോ. പൊട്ടിച്ച് കൊടുക്കാം. നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ നല്ലോണം റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് 2007 നമ്മളൊരു അടിപൊളി തവാര കേട്ടോ. മൈലേജിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി തവാര നമ്മൾ കയ്യിൽ സെയിലിന് വന്നിട്ടുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിലവിൽ ഫുള്ളാണ്. ഒരു 70% തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ലാത്ത ഒരു ക്വാളിറ്റി വണ്ടി. അതായത് ഇപ്പോൾ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല
കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. കേരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളും മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ 2 ലക്ഷത്തി ചില്ലാനും കിലോമീറ്റർ വണ്ടി റണ്ണ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിങ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്കൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ഞാൻ ചാവി എടുക്കാൻ മറന്നിട്ടുണ്ട്, വണ്ടി ലോക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും 1,40,000 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല വാഹനങ്ങൾ ഇനിയും ഇൻഷാല്ലാ നമുക്ക് സ്റ്റോക്ക് ഇറങ്ങാനുണ്ട്. പിന്നെ ഒരു 2015 ഒരു റിഡ്സ് ഉണ്ട് കൊടുക്കാൻ, VDI സെക്കൻഡ് ഓണറാണ്. നിലവിൽ റീ രജിസ്ട്രേഷൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അവിടുന്ന് വണ്ടി മാറി വന്നതാണ്, കുറേ മുമ്പ് മാറിയതാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്നത് നമ്മൾ അതിന് 2,85,000 രൂപ മാത്രമാണ് കേട്ടോ. വണ്ടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വണ്ടി കണ്ട് താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.